കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റിൽ ഇലക്ടറൽ റീഫോംസിനെ പറ്റിയിട്ട് ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ചയിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് നേതാവും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗവും നമ്മുടെ സ്വന്തം ആലപ്പുഴയുടെ MP-യുമായിട്ടുള്ള KC വേണുഗോപാൽ സാർ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. സമാനതകളില്ലാത്ത വാക്കുകളെ ചേർത്ത് വെച്ച് ഇന്ത്യൻ ജനാധിപത്യവും ഇലക്ഷനും ഇന്ന് നേരിടുന്ന അപജയങ്ങളെ പറ്റിയിട്ട് മഹത്തരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കുന്നതിനായിട്ട് ഒരു ജനത മുഴുവൻ മുന്നിട്ടിറങ്ങിയതുപോലെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജനത മുന്നിട്ടിറങ്ങേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് എത്ര വ്യക്തമായി അദ്ദേഹം പറയുന്നു. പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്കും ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്കും എന്നും സൂക്ഷിച്ചു വെക്കാവുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രഭാഷണം കേൾക്കാം. സാർ, ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചു. ബ്രിട്ടീഷുകാർ വിചാരിച്ചിരുന്നത് അവരുടെ സമ്പത്തും ആയുധങ്ങളും വെച്ച് ഒരുപാട് കാലം ഇവിടെ ഭരിക്കാമെന്നാണ്. പക്ഷേ ആ കോളനി വാഴ്ച ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങി അവസാനിപ്പിച്ചു. അതിനുവേണ്ടി ഒരുപാട് മനുഷ്യർ ജീവത്യാഗം ചെയ്തു. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലാതിരുന്ന BJP വന്ദേമാതരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സാർ. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയായിരുന്നു. അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രണാങ്കണത്തിലായിരുന്നു. അവർ ജയിലിൽ പോയിട്ടുണ്ട് സാർ. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവസാനം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും നിർണായകമായ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇലക്ടറൽ റിഫോംസിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ ബഹുമാനപ്പെട്ട സ്പീക്കറോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ BR അംബേദ്കർ എന്ന നമ്മുടെ ഭരണഘടനാ ശില്പി ഉദാഹരിച്ച വാക്കുകൾ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗരാവകാശം, വോട്ടവകാശം ജനാധിപത്യത്തിൽ ഓരോ പൗരൻ്റെയും ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അയാളെ ഇലക്ടറൽ റോളിൽ നിന്ന് അഥവാ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ, ആ അവകാശത്തെ നിഷേധിക്കാൻ ആർക്കും അധികാരം നൽകിയിട്ടില്ല. നമ്മുടെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ 21 വയസ്സ് പൂർത്തിയായ ആളിൻ്റെ വോട്ടവകാശത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു ഉദ്യോഗസ്ഥൻ്റെയോ മുൻവിധിയോടെയുള്ള സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കുന്നവർ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്നവരാണ്. 1949 ജൂൺ 15 ആർട്ടിക്കിൾ 289 കൊണ്ടുവന്നത് വെറുമൊരു താക്കീതായി മാത്രമല്ല, അത് ജനാധിപത്യത്തിൻ്റെ ശോഭനമായ ഭാവിയുടെ താൽപ്പര്യം കൂടിയാണ്. സാർ, 1951-52 ആരംഭിച്ച പൊതു തെരഞ്ഞെടുപ്പ് മുതൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ വിശ്വാസ്യത ഇലക്ഷൻ കമ്മീഷൻ നേടിയിരുന്നു എന്നതാണ് വസ്തുത. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അവർ അവരുടെ എല്ലാ പ്രാധാന്യവും സുതാര്യതയും എല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് മറ്റെന്തിനൊക്കെയോ വേണ്ടി സന്ധി ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ നിഷ്പക്ഷനായ വിധികർത്താവ് അഥവാ അമ്പയർ എന്നുള്ള ആശയം അതിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. സാർ, രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിൽ അവരുടെ നിഷ്പക്ഷത മാറി അവരൊരു പക്ഷത്ത് ചേർന്നിരിക്കുകയാണ്. വോട്ട് ചെയ്യാനുള്ള അവകാശം ഓരോ പൗരനും ഒരു സർക്കാരിൻ്റെ ഔദാര്യമല്ല സാർ, അത് ജനാധിപത്യത്തിൻ്റെ പരമപ്രധാനമായ തത്വമാണ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടവകാശം എന്നത് ഭരണഘടന നൽകുന്ന ഉറപ്പായ പൗരാവകാശമാണ്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ വോട്ട് കൊള്ളയെന്നത് രാജ്യദ്രോഹമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അത് അവസാനിപ്പിക്കുന്നതിന് പകരം, ഇല്ലാതാക്കുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാർ, ഞാൻ 2024 പൊതു തെരഞ്ഞെടുപ്പ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാർ, ഞങ്ങളുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങളുടെ കിറ്റിയിൽ, ഞങ്ങളുടെ സഞ്ചിയിൽ വളരെ വലിയ വിഭവങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ BJP അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പാവം പാർട്ടിയാണ്, വേണ്ടത്ര സമ്പത്തില്ലാത്ത പാർട്ടിയാണ്. സാർ, ജനറൽ ഇലക്ഷന് തൊട്ട് മുമ്പ് 2024 എന്താണ് നടന്നത് എന്ന് ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ മുഴുവൻ അക്കൗണ്ടുകളും അങ്ങ് തടഞ്ഞു. എന്തായിരുന്നു കാരണം? ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് 2 ആഴ്ച താമസം വരുത്തി. സാർ, ഈ ജനാധിപത്യ ലോകത്ത് 2 ആഴ്ച ഇൻകം ടാക്സ് റിട്ടേൺ നൽകിയതിന് കാലതാമസം വരുത്തിയതിന് ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്നത് ഊഹിക്കാൻ കഴിയുമോ?
ഇതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു മനോഭാവം. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് അതിന് പരാതി കൊടുത്തു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അനങ്ങിയില്ല. രാജ്യത്തൊട്ടാകെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. രാജ്യത്തൊട്ടാകെ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇൻകം ടാക്സ് വിഭാഗം വളരെ ചുണയോടെ രംഗത്തിറങ്ങും. CBI നല്ല ചുണയാവും, ED ചുണയാകും. എതിർ പാർട്ടിക്കാരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും തുടർച്ചയായി റെയ്ഡുകൾ നടക്കും. പക്ഷേ ഇത് BJP ആളുകളുടെ സ്ഥലങ്ങളിൽ നടക്കുന്നില്ല സാർ. അവർ ഇതിൽ നിന്ന് പൂർണ്ണമായും വിമുക്തരാണ്. സാർ, 2 കാര്യങ്ങൾ ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സാർ, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വായിക്കുകയായിരുന്നു. അന്ന് തന്നെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരാശയമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നത് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കണമെന്ന്. അന്നൊന്നും ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത സമയത്തായി ധാരാളം പെറ്റീഷനുകളാണ് സുപ്രീം കോടതിയിലെത്തിയത്. അന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് രൂപീകരിച്ചു. എന്നിട്ട് പാർലമെന്റ് ഒരു പുതിയ നിയമം നിർമ്മിക്കുന്നത് വരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നിവരെ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. അങ്ങനെ ഒരു കമ്മിറ്റി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ചേർന്ന് ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു സാർ. സുപ്രീം കോടതിയുടെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിയന്ത്രിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതിത്വമില്ലാത്ത ഒരു അമ്പയർ ആയിരിക്കണം. ഇതായിരുന്നു സുപ്രീം കോടതിയുടെ ലക്ഷ്യം. സുപ്രീം കോടതിയുടെ ഈ ലക്ഷ്യത്തെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ മന്ത്രി പറയുന്നത് കേട്ടു, സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നിയമം നിർമ്മിച്ചത്. നിങ്ങൾ അത്തരമൊരു നിയമം നിർമ്മിക്കുമ്പോൾ കുറഞ്ഞപക്ഷം നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ മനസ്സ് അതിലൊന്ന് അപ്ലൈ ചെയ്യണ്ടേ? എന്തായിരുന്നു സുപ്രീം കോടതി വിധിയുടെ കാതൽ? സുപ്രീം കോടതി വിധിയുടെ കാതൽ വളരെ കൃത്യമായിരുന്നു. ഇലക്ഷൻ പ്രോസസ് നടത്തുന്നതിന് ഒരു ഇമ്പാർഷ്യൽ അമ്പയർ ഉണ്ടാകണം. പക്ഷേ നിങ്ങൾക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആ കമ്മിറ്റിയിൽ വേണ്ട. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. നിങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾ ആ കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇടാൻ ഭയപ്പെടുന്നു. ചീഫ് ജസ്റ്റിസ് ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല. ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു നിഷ്പക്ഷ മനുഷ്യനാണ്. ഇതിനെ സംബന്ധിച്ച് മറുപടി പറയണമെന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബഹുമാന്യനായ നിയമമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അതിനെ തമസ്കരിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് കാരണം? എന്ത് കാരണത്താലാണ് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് ഒരു പ്രതിരോധ കവചം തീർത്തു കൊടുക്കുന്നത്? 2023 വരെ ഒരുപാട് ഇലക്ഷൻ കമ്മീഷനുകൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ ധൈര്യമുള്ള, നിഷ്പക്ഷമായ, ചടുലതയോടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തിയ. പക്ഷെ അവർക്കാർക്കും ഈ പ്രതിരോധ കവചം തീർത്തു കൊടുത്തില്ല. അവരാരും പ്രതിരോധം ആവശ്യപ്പെട്ടുമില്ല. തങ്ങളെ രക്ഷപ്പെടുത്തണമെന്നും തങ്ങൾക്ക് മേൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകരുതെന്നും കേസുണ്ടാകരുതെന്നും അവർ ആവശ്യപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ 2023 വരെ ഇത്തരമൊരു ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം ആവശ്യപ്പെടാതിരുന്നത്? അതിനുത്തരവുണ്ട്. അത് വേറൊന്നുമില്ല. ഇലക്ഷൻ കമ്മീഷണർക്കും ഗവൺമെന്റിന്റെയും മനസാക്ഷിയിൽ തെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ലംഘിക്കുകയാണ്. നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ലംഘിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. നിങ്ങൾ ജനാധിപത്യത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന് ഇതുപോലൊരു ഇമ്മ്യൂണിറ്റി ആവശ്യമായി വരുന്നത്. ഈ പ്രതിരോധം നിങ്ങൾ കുറ്റകൃത്യത്തിന് നൽകുന്നതാണ്. ഇത് ആജീവനാന്തകാലം ഒരു വാഷിംഗ് മെഷീൻ നടപടിക്രമത്തിലൂടെ അവരുടെ കുറ്റകൃത്യങ്ങളെ മായ്ച്ചു കളയാനാണ്. ഇത് അവർ ചെയ്യുന്ന ക്രൈമുകളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതൊരു വാഷിംഗ് മെഷീൻ പ്രൊസീജിയറാണ്. ജയിലിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു ഉപാധിയാണ്, അതിൻ്റെ പ്രതിരോധമാണ്. നമ്മൾ ഈ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കുന്നത് ജനാധിപത്യപരമായ ഒരു വോട്ടിംഗ് പ്രക്രിയയിലൂടെയാണ്. നമ്മളെല്ലാം ഈ സഭയിലെത്തിയിരിക്കുന്നത് വോട്ടിൻ്റെ പിൻബലത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു നിയമം പാസ്സാക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഈ വോട്ടിംഗ് പ്രക്രിയ തന്നെയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ 2023 ശേഷം ജനാധിപത്യത്തെ കൊല്ലുകയാണ്. ഈ 2023 ഈ ഇമ്മ്യൂണിറ്റി കിട്ടിയതിന് ശേഷം, ആ ഇമ്മ്യൂണിറ്റി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നൽകിയതിന് ശേഷം അവർ മറ്റൊരു തരത്തിലേക്ക് മാറി എന്നതാണ് സാർ വസ്തുത.
ചെറുപ്പം മുതലേ ഞാൻ ഇലക്ഷൻ പ്രക്രിയ നോക്കിക്കാണുന്ന സാക്ഷിയാകുന്ന ഒരാളാണ്. ഇലക്ഷൻ സമയത്ത് ഫീൽഡിലിറങ്ങി രാഷ്ട്രീയ പാർട്ടിയെപ്പോലെ പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ കാണുന്നത് സത്യത്തിൽ ഇപ്പോഴാണ്. രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഇലക്ഷൻ സമയത്ത് അതിന് യോഗ്യമല്ലാത്ത പ്രവൃത്തികൾ ചെയ്താൽ ഇലക്ഷൻ കമ്മീഷനാണ് മുന്നോട്ട് വന്ന് ആ ഇലക്ഷൻ പ്രക്രിയയുടെ നിഷ്പക്ഷത, അതിൻ്റെ നീതിപൂർവത ഉറപ്പാക്കുന്നത്. പക്ഷേ സാർ, 2024 ഇലക്ഷനിൽ അങ്ങയുടെ സ്റ്റേറ്റായ രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണം പിടിച്ചു വാങ്ങി മറ്റുള്ള ചിലർക്ക് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അവർക്ക് അർബൻ നക്സൽസിൻ്റെ മനോഭാവമാണെന്ന്. ഇതാണ് 2024 ബെൻവാരയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. സാർ, നമ്മൾ ഇലക്ട്രൽ റിഫോംസിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉന്നയിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ അഥവാ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൻ്റെ വയലേഷൻ പ്രധാനമന്ത്രി നടത്തി എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുമ്പോൾ അതവർ നേരെ BJP അധ്യക്ഷനായ നന്ദാജിക്ക് ഫോർവേഡ് ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് അത് പറഞ്ഞ് ഒരു മറുപടിയും ഞങ്ങൾക്ക് തന്നു 21/4/2024. അതായത് പ്രധാനമന്ത്രി പറഞ്ഞത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമാണെന്ന് സൂചിപ്പിച്ചപ്പോൾ അതിലിടപെടുന്നതിന് പകരം അതിൻ്റെ കോപ്പി BJP അധ്യക്ഷന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാർ, പ്രധാനമന്ത്രി ഈ കാര്യങ്ങളെല്ലാം ഇലക്ഷൻ സമയത്ത് സംസാരിച്ചു. എന്നാൽ അതേ സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ നിർമ്മിതിയിലൂടെ ഒരു പരാതിയും ഒരു നിയന്ത്രണവും കൊണ്ടുവരികയും ചെയ്തു. സാർ, ഈ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് നിഷ്പക്ഷമാകുന്നത്? ഇതെല്ലാം ഞാൻ പറയുന്നത് ഈ അമ്പയറിംഗ് നിഷ്പക്ഷമല്ല എന്ന് പറയാനാണ്. ഇത് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാ ഇലക്ഷൻ സമയത്തും രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാർക്ക് പ്രകടന പത്രികയിലൂടെ ചില പദ്ധതികൾ അല്ലെങ്കിൽ ചില വാഗ്ദാനങ്ങൾ ഒക്കെ നൽകാറുണ്ട്. പക്ഷേ ഇലക്ഷന് തൊട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കാശ് ഇട്ടുകൊടുക്കുകയും അത് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് കൃത്യമായ നിയമലംഘനമല്ലേ സാർ? അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ നടന്നത് അതല്ലേ? ബീഹാറിലെ സുഹൃത്തുക്കൾക്ക് പോളിംഗ് ബൂത്തിൽ എന്താണ് നടന്നതെന്ന് നന്നായി അറിയാം. വളരെ മോശമായ കാര്യമാണെന്ന്. ഞാൻ SIRലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ മന്ത്രി പറയുന്നത് കേട്ടു, SIR ഒന്നും ഒരു പുതിയ കാര്യമല്ലെന്ന്. സാർ, 2004 SIRൻ്റെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. 2004 ഇലക്ഷൻ കമ്മീഷൻ SIR നടപ്പിലാക്കിയത് 6 മാസത്തെ ഒരു പ്രക്രിയയായിരുന്നു. അത് ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ഒരു നടപടിക്രമമല്ല എന്ന് മാത്രമല്ല, ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അന്ന് അരുണാചൽ പ്രദേശിനെയും മഹാരാഷ്ട്രയെയും അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നടത്തിയത് ബീഹാറിലെ ഇലക്ഷന് 2 മാസം മുമ്പാണ്. നടത്താൻ പോകുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആസാമിലെയും പോണ്ടിച്ചേരിയിലെയും ബംഗാളിലെയും ഇലക്ഷന് തൊട്ടു മുമ്പാണ്. യഥാർത്ഥത്തിൽ 6 മാസം മുമ്പെങ്കിലും നടത്തേണ്ട ഈ പ്രക്രിയ 2 മാസമെന്ന കാലദൈർഘ്യം കിട്ടിയത് പോലും സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ്. എന്താണ് സാർ ഇതിൻ്റെ ലക്ഷ്യം? എനിക്കറിയില്ല. JP നദ്ദ ഇവിടെയില്ല. ബീഹാറിൽ സംഭവിച്ചത് വളരെ അസംഭവ്യമായ ഒരു കാര്യമാണ്. സാർ, ഇലക്ഷന് ശേഷം ഇന്നുവരെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ 65 ലക്ഷം പേരെ ഒറ്റടിക്ക് നീക്കം ചെയ്തിരിക്കുന്ന സംഭവം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അതുമാത്രമല്ല, അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനസമൂഹങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരെല്ലാവരുമെന്ന് സ്വതന്ത്ര സർവേ നടത്തിയവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഞാനും സുപ്രീം കോടതിയിലെ ഈ വിഷയത്തിൽ പെറ്റീഷണറാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആധാർ കാർഡ് അതുപോലെ തന്നെ ലാൻഡ് റെക്കോർഡ് ഒക്കെയും അതിൻ്റെ ഭാഗമായി മാറിയത്. സാർ, പഴയ പൗരത്വ പരിശോധന പ്രക്രിയ പോലെയാണ് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉണ്ടാക്കൽ എന്നത്. എത്രയോ ഗുരുതരമായ കാര്യമാണ്. ഇത് ഒരു സാങ്കേതിക പ്രശ്നമല്ല സാർ. ഇതൊരു പൗരൻ്റെ നിലനിൽപ്പിൻ്റെ, അവൻ്റെ പൗരാവകാശത്തിൻ്റെ ഒരു ലംഘനമാണ്. സാർ, ഈ കൺസേൺ കോൺഗ്രസിൻ്റെ മാത്രം ഒരു കൺസേൺ അല്ല. മുൻ ഇലക്ഷൻ കമ്മീഷണർ അശോക് ലവാസെ സമാനമായ ചോദ്യം തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് ഉയർത്തിയത്. അദ്ദേഹം ഉന്നയിച്ച ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം.
ഈ ബീഹാറിൽ നടക്കുന്ന ഇത്തരമൊരു പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു മുൻപരിചയവുമില്ലാത്ത, ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു പ്രക്രിയയാണ്. ഇത്തരം പ്രവർത്തികൾ അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കും. മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖുറൈഷി ഇതിനെ വിശേഷിപ്പിച്ചത് ഇത് ജനസമൂഹങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണെന്നാണ്. സർ, ഹിന്ദു ദിനപത്രം ഒരു പഠനത്തിന് ശേഷം പ്രസിദ്ധീകരിച്ചത് ഏതാണ്ട് 65 ലക്ഷത്തോളം വോട്ടർമാരെ എങ്ങനെയാണ് അരികുവൽക്കരിക്കപ്പെട്ടതെന്നും ഇതിൽ നിന്നും നീക്കം ചെയ്തതെന്നുമുള്ള കൃത്യമായ റിപ്പോർട്ടുമായി പുറത്തു വരികയുണ്ടായി. അവര് വളരെ വിചിത്രമായ ചില വിവരങ്ങളും പുറത്തുവിട്ടു. അതിലവർ പറയുന്നത് നദ്ദാജി സഭയിലില്ലെങ്കിലും 80ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ ചെറുപ്പക്കാരുടെ മരണം അത് വളരെ അസ്വാഭാവികവും ഒട്ടും യാഥാർത്ഥ്യങ്ങളോട് യോജിക്കുന്നതുമല്ല എന്നാണ് പറയുന്നത്. ഈ പ്രദേശങ്ങളിൽ മരണപ്പെട്ടവരിൽ 50% പേരും 50 വയസ്സിന് താഴെയുള്ളവരാണ്. സർ, ഉദാഹരണത്തിന് ബലാപൂർ എന്ന പോളിംഗ് സ്റ്റേഷനിൽ 58 മരണങ്ങളിൽ 50 എണ്ണവും 50 വയസ്സിന് താഴെയുള്ളവരാണ്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ തന്നെ 58 പേരെയാണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് നീക്കം ചെയ്തിരിക്കുന്നത്. ആ 58 പേരിൽ 50 പേരും 50 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതൊരു ഗൗരവമായ കാര്യമാണ്. സാർ, 58 പേരിൽ 50 പേരും ഒരു ബൂത്തിൽ തന്നെ 50 വയസ്സിന് താഴെയുള്ളവരായി മരിക്കുന്നത് SIRൽ മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ പോലും വലിയ ഗൗരവമായ ഒരു വിവരമാണ് എന്നതാണ് സത്യം. സാർ, ഈ SIRന്റെ അനാവശ്യമായ സമ്മർദ്ദവും മറ്റ് കാരണങ്ങളും കൊണ്ട് എൻ്റെ സംസ്ഥാനത്ത് ഒരു നിരപരാധിയായ ജീവനക്കാരൻ ജീവൻ ഒടുക്കുന്ന അവസ്ഥയിലേക്കെത്തി. ആ മരണപ്പെട്ട ആളിൻ്റെ കുടുംബം പറഞ്ഞത് ഈ ജോലിഭാരത്തിൻ്റെ സമ്മർദ്ദവും സമയക്രമവും സൃഷ്ടിച്ച മാനസികാഘാതത്തിലാണ് സ്വയം ജീവൻ അവസാനിപ്പിച്ചത് എന്നാണ് പറയുന്നത്. കാരണം ഇത്രമേൽ സമ്മർദ്ദം ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്തതാണ് എന്നതാണ് സത്യം. സർ, ഇലക്ഷൻ കമ്മീഷനെ പോലൊരു സ്ഥാപനം ഈ ഇലക്ട്രൽ റിഫോംസ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന എന്തു പരിപാടി നടപ്പിലാക്കിയാലും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി, അതിൽ ഉത്തരവാദിത്വവും ബന്ധവുമുള്ളവരുമായി ചർച്ച നടത്തുന്നത് ഒരു പതിവാണ്, ഒരാവശ്യമാണ്. ഈ പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിൽ പങ്കാളികളാവേണ്ട, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കൃത്യം നിർവഹിക്കേണ്ട ആളുകൾ, പ്രത്യേകിച്ച് ഇലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പോൾ. പക്ഷേ അത്തരം ആളുകളുടെ ഒരഭിപ്രായ പ്രകടനങ്ങളും ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കുന്നതേയില്ല. സർ, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ കേരളത്തിലെ BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഐകകണ്ഠ്യേന ഈ കലണ്ടർ, SIRന്റെ കലണ്ടർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്ന് വൈകിപ്പിക്കണം, ഒന്ന് നീട്ടിവെക്കണം, ഒന്ന് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അതിന് യാതൊരു പരിഗണനയും നൽകിയില്ല എന്നത് എത്രയോ മോശമായ കാര്യമാണ്. ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് സാർ. ഇലക്ഷൻ കമ്മീഷനും SIRും ഒന്നും നിഷ്പക്ഷമല്ല. ഈ പ്രക്രിയ തന്നെ ഒരിക്കലും നിഷ്പക്ഷമല്ലെന്ന് മാത്രമല്ല, ഒരു പ്രത്യേക പക്ഷം പിടിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞങ്ങൾ 4 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അതിലൊന്ന് ഇലക്ട്രോണിക് റീഡബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടികയാണ്. സർ, രാജ്യം മുഴുവൻ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് വല്ലാണ്ട് ചർച്ച നടത്തുകയും ഡിജിറ്റൽ ഇന്ത്യയുടെ വലിയ നേട്ടങ്ങളെക്കുറിച്ച് പ്രചാരവേല നടത്തുകയും ചെയ്യുമ്പോൾ സാർ, ഒരു ഇലക്ട്രോണിക് മിഷൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടിക നൽകുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? രണ്ടാമത്തേത് നിങ്ങൾ നശിപ്പിക്കുന്ന CCTV ആണ്. സർ, പഞ്ചാബ് ഹരിയാന കോർട്ട് നിർദ്ദേശം നൽകിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ വിവരങ്ങളും 17C ഫോമും അടക്കം നൽകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. സാർ, എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഏജന്റായി മാത്രം പ്രവർത്തിക്കുന്നത്? സാർ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ, അതിൻ്റെ മഹത്വം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എത്ര ഭാഷകൾ, എത്ര മതങ്ങൾ, എത്ര ജാതികൾ, എന്നാൽ ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയോടാണ്. ആ ജനാധിപത്യ പ്രക്രിയയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. അത് ഈ രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വത്തെ, ഐക്യത്തെയും വൈവിധ്യത്തെയും ഒരുപോലെ നശിപ്പിക്കും. നിങ്ങളിപ്പോൾ മറ്റൊരു പ്രതലത്തിലാണ്. സാർ, ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചു. ബ്രിട്ടീഷുകാർ വിചാരിച്ചിരുന്നത് അവരുടെ സമ്പത്തും ആയുധങ്ങളും വെച്ച് ഒരുപാട് കാലം ഇവിടെ ഭരിക്കാമെന്നാണ്. പക്ഷേ ആ കോളനി വാഴ്ച ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ
ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങി അവസാനിപ്പിച്ചു. അതിനുവേണ്ടി ഒരുപാട് മനുഷ്യർ ജീവത്യാഗം ചെയ്തു. ഇപ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലാതിരുന്ന BJP വന്ദേമാതരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സാർ. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയായിരുന്നു. അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രണാങ്കണത്തിലായിരുന്നു. അവർ ജയിലിൽ പോയിട്ടുണ്ട് സാർ. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവസാനം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തുനിന്ന് ഓടിപ്പോകേണ്ടി വന്നു. സാർ, ഇതാണ് ഇന്ത്യൻ ജനതയുടെ വിവേകത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ, അർപ്പണത്തിൻ്റെ ചരിത്രം. സാർ, ഇതാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ധൈര്യത്തിൻ്റെ ചരിത്രം. ഇത് ഇന്ത്യക്കാരുടെ അർപ്പണത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇപ്പോൾ മോഡിയും അമിത്ഷയും വിചാരിക്കുന്നത് EDയെയും CBIയെയും ഇൻകം ടാക്സിനെയും ഇലക്ഷൻ കമ്മീഷനെയും ഉപയോഗിച്ച് എല്ലാ കാലത്തേക്കും ഈ രാജ്യം ഭരിക്കാമെന്നാണ്. അവരങ്ങനെ വിചാരിക്കുകയാണ് സാർ, എല്ലാ കാലത്തേക്കും അവർക്ക് ഭരണമുണ്ടാവുമെന്ന്. പക്ഷേ വളരെ വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ബ്രിട്ടീഷ് കോളനിക്കെതിരെ പോരാടിയ രാജ്യമാണ് ഈ രാജ്യം. ആ പോരാട്ടത്തിൽ വിജയിക്കാനായെങ്കിൽ EDയുടെയും CBIയുടെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും ഒക്കെ നിലപാടുകളെ അതിജീവിക്കാൻ കഴിയും. എല്ലാം അവസാനം തീരുമാനിക്കുന്നത് ജനങ്ങളാണ് സാർ. ഇന്ത്യയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവും സാർ. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള വലിയ മുന്നേറ്റം. അങ്ങനെ ഒരു നിമിഷം ഈ രാജ്യം സാക്ഷിയാവും സാർ. ഈ വോട്ട് ചോരി എന്നും തുടരാമെന്നും അത് നിങ്ങളുടെ വിജയം ഉറപ്പാക്കാമെന്നും നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. അതിൽ ബന്ധപ്പെടുന്നവർ ജയിലിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യും. ഞങ്ങൾ ഭീഷണികളെ ഒന്നും ഭയപ്പെടാൻ പോകുന്നില്ല. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഞങ്ങളെ ജയിലിൽ അടയ്ക്കുമെന്ന്. നിങ്ങളുടെ എല്ലാ ആയുധങ്ങളും ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കുമെന്നും അറിയാം. എങ്കിലും ധീരതയോടെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനായി പോരാടാൻ തന്നെയാണ് സാർ ഞങ്ങളുടെ തീരുമാനം.